അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. മൊബൈൽ അപകടമാണോ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ല, പണ്ട് മുതലേ കേൾക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ് മൊബൈൽ വളരെയധികം അപകടമുള്ള ഒരു കാര്യമാണെന്നും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നത് വളരെയധികം ദോഷകരമാണെന്നും നാം കേൾക്കാറുണ്ട്. എന്തായിരിക്കും ആളുകൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം തന്നെ എടുക്കാം. ഒരാളൊരു കൊലപാതകം ചെയ്യുന്നത് ഒരു പിച്ചാത്തി കൊണ്ടെന്ന് കരുതുക. എന്നാൽ അതുകൊണ്ട് പിച്ചാത്തി ബഹിഷ്കരിക്കാൻ കഴിയില്ലല്ലോ. കാരണം പിച്ചാത്തി കൊണ്ട് അത്രയധികം തന്നെ ഉപയോഗങ്ങളുമുണ്ട്. വീട്ടിലുമ്മക്ക് പിച്ചാത്തി ഇല്ലാതെ എങ്ങനെയാ പറ്റുക, അല്ലേ? ഇതുപോലെ തന്നെയാണ് മൊബൈലും. ഒരു പിച്ചാത്തി എങ്ങനെ ഉപയോഗിക്കണം, അത് എന്തിനുപയോഗിക്കണം, ഏത് രീതിയിലൊക്കെ അത് ഉപയോഗിക്കാമെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു കുട്ടിക്ക് പിച്ചാത്തി കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ലെന്ന് നമുക്കറിയാം. എന്നാൽ അതുപോലെ തന്നെയാണ് മൊബൈലിൻ്റെ നല്ല വശവും ചീത്ത വശവും കൃത്യമായി അറിയാവുന്ന ഒരു കുട്ടിക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. മാത്രമല്ല, അപ്പോൾ മൊബൈലല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്നവരുടെ മനസ്സാണ് തെറ്റിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ ഇങ്ങനെയും കേൾക്കാറുണ്ട്, അല്ലേ? മൊബൈലിൽ നിന്നും വരുന്ന റേഡിയേഷൻ മനുഷ്യന് ക്യാൻസർ വരെ കാരണമാകുമെന്നുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇത് എത്രമാത്രം ശരിയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രകാശവും ഒരുതരം റേഡിയേഷനാണ്. എന്നാൽ ഇതിലും ഹാനികരമല്ലാത്ത റേഡിയോ സിഗ്നലുകളാണ് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന് ഹാനികരം ആകുന്നില്ല. ഒരു നാണയത്തിൻ്റെ ഇരുവശം എന്നതുപോലെ അതിൻ്റെ നല്ല വശത്തെയും ചീത്ത വശത്തെയും തീർച്ചയായും മനസ്സിലാക്കി നല്ല വശത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ മാംസക്കട്ടി അഥവാ മനസ്സ്, അത് നന്നാകുമ്പോഴാണ് മനുഷ്യൻ എന്ത് ഉപയോഗിച്ചാലും അത് നന്നാകുന്നത്. എന്നാൽ അത് മോശമായാൽ മനുഷ്യൻ എന്തുപയോഗിച്ചാലും അതും മോശമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.